ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവള് പോയപ്പോ മുതൽ തുടങ്ങിയതാ ഈ മുളലും പുരൾച്ചയും കരച്ചിലും എല്ലാം. ഇതൊന്നും വെറുതെ അല്ല, എന്തോ സംഭവിക്കാൻ പോകുന്നതിന് മുന്നോടിയാ. അതിനു മുമ്പ് എനിക്ക് എന്റെ മോളെ കൊണ്ടുവരണം. എടോ, മോക്കൊരു കുഴപ്പമില്ല. തനിക്കെന്തോ വയ്യാഴികയുണ്ട്. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകാം. എനിക്ക് ഹോസ്പിറ്റലൊന്നും പോകണ്ട. ഇത് നിന്റെ ബാഗിൽ വെക്കി. ബാക്കിയെല്ലാം അവരവരെ ബാഗിൽ വെച്ചോ. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ എന്റെ ബാഗിൽ വെച്ചിട്ടുണ്ട്. എന്റെ ബാഗിൽ ഇനിയും സ്ഥലമുണ്ട്, വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ചും കൂടെ വെക്കാം. അല്ല, നമ്മൾ എന്തിനാ ഈ കളിപ്പാട്ടങ്ങളെല്ലാം കൂടെ കൊണ്ടുപോകുന്നത്? കളിപ്പാട്ടം വെച്ച് കളിക്കാനാണെങ്കിൽ ഇവിടെ ഇരുന്നാ പോരെ. അവിടെ ചെന്ന് നമുക്ക് വേറെ എന്തെങ്കിലും ഗെയിം കളിച്ചൂടെ? അവിടെ ചെന്ന് കളിക്കാൻ എന്റെ കയ്യിലൊരു ഉഗ്രൻ പ്ലാൻ ഉണ്ട്. നിന്റെ അമ്മ പറഞ്ഞ പിക്നിക് സ്പോട്ട് ഒരുപാട് ആളുകൾ വരുന്ന സ്ഥലമാണോ? അതൊക്കെ അമ്മയ്ക്ക് മാത്രമേ അറിയൂ. എന്തായാലും നിങ്ങൾ വേഗം റെഡിയാവും, നമുക്ക് പോണ്ടേ? മോൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? അവൾ ആദ്യമായിട്ടാ ഒരു ദിവസമെങ്കിലും ഇവിടുന്ന് മാറി നിൽക്കുന്നത്. ഒറ്റയ്ക്കല്ലല്ലോ, ഫ്രണ്ട്സൊക്കെ കൂടെയില്ലേ, പിന്നെന്തിനാ പേടിക്കുന്നേ? എന്നാലും അന്യ വീടല്ലേ, കുട്ടികൾ എന്തൊക്കെ കുസൃതികൾ ഉണ്ടാക്കുന്നു ആർക്കറിയാം. എന്റെ അമ്മേ, അങ്ങനെ അനാവശ്യമായ കുസൃതിയൊന്നും അവള് കാണിക്കില്ല. പിന്നെ മറ്റൊരു വീട്ടിൽ ചെന്നാൽ പെരുമാറേണ്ട മാനേഴ്സൊക്കെ അവൾക്കറിയാം. സമൃദ്ധയുടെ തലവേദനയാണെന്നും പറഞ്ഞ് മുറിയിലിരിപ്പുണ്ട്. മോള് പോയതിന്റെ വിഷമം കൊണ്ടായിരിക്കും. ഇത്രയ്ക്ക് വിഷമിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു? ഒരു ദിവസം കഴിഞ്ഞാ അവളിങ്ങി വരില്ലേ? നീ മാറിയെന്ന്. ഓ, ഞാൻ പറഞ്ഞത് അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചതിൽ എന്താ തെറ്റ്? ഒരു ദിവസം കൊച്ചൊന്ന് മാറി നിന്നപ്പോഴേക്കും ഇത്രയ്ക്ക് സങ്കടമാണെങ്കിലേ നാളെ ഈ കൊച്ച് അവളുടെതല്ലെന്ന് അറിയുമ്പോ എന്തായിരിക്കും? നിർത്തടി, നിന്റെ നാവ് കുറച്ച് അടക്കി വെക്കുന്നത് നിനക്ക് നല്ലത്. കഴിഞ്ഞ ദിവസം കിട്ടിയതിന്റെ ചൂട് മറന്നിട്ടില്ലല്ലോ. അതെ, എനിക്ക് അത് തന്നെ കിട്ടണം. അമ്മയുടെ കരച്ചിലും പിഴിച്ചിലും കണ്ട് അവരെ തമ്മില് ഒന്നിപ്പിക്കാൻ ഞാനൊരു ശ്രമം നടത്തി നോക്കി. കറക്റ്റ് സമയം വന്നപ്പോ അതെല്ലാം കൂടി എന്റെ തലയിലേക്ക് ഇട്ടിട്ട് അമ്മ കാല് മാറുകയും ചെയ്തു. അല്ലെങ്കിലും അമ്മയ്ക്ക് കൂറ് സ്വന്തം മോനോട് മാത്രമാണല്ലോ. ദേ, കൈ നീട്ടി ഒരെണ്ണം തന്നാലുണ്ടല്ലോ, അവര് രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിക്കണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ ഉറക്ക ഗുളിക കൊടുത്ത് മയക്കി അവളെ കൊണ്ടുപോയി അവന്റെ മുറി കിടത്താൻ നിന്നോട് ഞാൻ പറഞ്ഞു. അതിനൊരെണ്ണം നിനക്ക് കിട്ടിയതിൽ ഒരു തരക്കേടുമില്ല. ഇപ്പൊ ഞാൻ ആരായി? ഇതാ പറയുന്നേ, ഒരാളെയും ആവശ്യമില്ലാതെ അങ്ങോട്ട് കയറി സഹായിക്കാൻ പോകരുതെന്ന്. ഇനി അവരായി അവരുടെ പാടായി. ഒന്നിക്കേ ഒന്നിക്കാതിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഗൂഗിൾ, എന്റെ മോൾ എവിടെയാ? എനിക്ക് അവളെ ഇപ്പൊ തന്നെ കാണണം. അവക്കെന്തോ അപകടം പറ്റാൻ പോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇടോ, താനെന്തേ പറയുന്നേ? അവക്കൊരു അപകടമില്ല. അവള് ഫ്രണ്ട്സ് എല്ലാവരും കൂടി സ്ലീപ്പ് ഓവറിന് പോയിരിക്കല്ലേ.
വേണ്ട ഗൂഗിൾ, സ്ലീപ്പ് ഓവർ വേണ്ട, ഒന്നും വേണ്ട. എന്റെ മോളെ എങ്ങനെയെങ്കിലും തിരിച്ചുകൊണ്ട് വന്നാ മതി. എനിക്ക് അവളെ കാണാതെ പറ്റില്ല. എടോ, ഞാൻ അവളെ ഇപ്പൊ കൊണ്ട് വിട്ട് വന്നതല്ലേ ഉള്ളൂ. പിന്നെ ഇപ്പൊ തന്നെ പോയി തിരിച്ചു വിളിച്ചോണ്ടാൻ പറ്റുമോ? താൻ സമാധാനിക്കേ. നാളെ സ്ലീപ്പ് ഓവർ കഴിയുമ്പോ ഞാൻ തന്നെ പോയി കൂട്ടിക്കൊണ്ട് വരാം. ഇല്ല ഇല്ല, ഞാനത് സമ്മതിക്കില്ല. ഗൂഗിൾ എന്താ ഞാൻ പറയുന്ന കേൾക്കാത്തെ? എന്റെ വിഷമം ഗൂഗിളിന് മനസ്സിലാവുന്നില്ലേ? എന്റെ മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്കിപ്പൊ തന്നെ പോണം. ഞാനും കൂടെ വരാം. അവളെ പോയി കൊണ്ടുവന്നേ പറ്റൂ. താനെന്താ ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നേ? ഇപ്പൊ തന്നെ തിരിച്ചു വിളിക്കാൻ ചെന്നാ മോള് വരുമെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? എന്താ വന്നാ? ഞാൻ അവളുടെ അമ്മയല്ലേ? ഞാൻ പറഞ്ഞ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാവില്ലേ? അല്ല, അല്ലെങ്കിൽ തന്നെ എന്റെ മോളുടെ കാര്യത്തില് ഞാനല്ലേ തീരുമാനം എടുക്കണ്ടേ? ഗൂഗിൾ, വേറെ ഒഴിവുകളൊന്നും പറയല്ലേ. വാ, നമുക്ക് പോവാം. ഞാനില്ലാതെ എന്റെ മോളുടെ കാര്യങ്ങളൊന്നും ശരിയാവില്ല. വാ ഗൂഗിൾ. അവക്ക് എന്തെങ്കിലും പറ്റുന്നതിന് മുമ്പ് നമുക്ക് അങ്ങ് ചെല്ലണം. എടോ, അവക്ക് എന്ത് പറ്റുന്ന താനീ പറയുന്നത്? അതൊന്നും പറഞ്ഞാ ഗൂഗിളിന് മനസ്സിലാവില്ല. ഒക്കെ ഞാൻ പിന്നീട് വിശദമായിട്ട് പറയാം. ഇപ്പൊ എന്റെ കൂടെ ഒന്ന് വാ. എനിക്ക് അവളെ ഒന്ന് കാണണം. എടോ, തനിക്ക് എന്താ പറ്റിയത്? മെന്റലി തനിക്ക് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ? പിന്നെ ഇല്ലാതെ. എന്റെ മോളുടെ കാര്യത്തില് പിന്നെ ഞാൻ ഡിസ്റ്റർബ് ആവാതിരിക്കോ? ഗൂഗിളിൽ നിന്ന് എന്താ മനസ്സിലാവാത്തെ? എനിക്ക് പോണം. എന്നെ കാണാതെ ചിലപ്പോ അവള് വിഷമിക്കായിരിക്കും ഗൂഗിൾ. ഗൂഗിൾ വന്നില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോവും. താൻ ഇങ്ങോട്ട് പോകുന്ന എന്നെ തടയില്ലേ ഗൂഗിൾ? ഒരാഴ്ച പോലെ ശബ്ദം കേൾക്കുന്നില്ലേ? ഒരു നിലവിളി പോലെ. എന്റെ മോളുടെ ശബ്ദം പോലെ എനിക്ക് തോന്നിയതാ. എന്റെ ചെവി കൊട്ടി അടിക്കുന്നു കേട്ടോ. അവള് പോയപ്പോ മുതൽ തുടങ്ങിയതാ ഈ മുളലും പുരൾച്ചയും കരച്ചിലും എല്ലാം. ഇതൊന്നും വെറുതെ അല്ല, എന്തോ സംഭവിക്കാൻ പോകുന്നതിന് മുന്നോടിയാ. അതിനു മുമ്പ് എനിക്ക് എന്റെ മോളെ കൊണ്ടുവരണം. എടോ, മോക്കൊരു കുഴപ്പമില്ല. തനിക്കെന്തോ വയ്യാഴികയുണ്ട്. നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോവാം. എനിക്ക് ഹോസ്പിറ്റലൊന്നും പോകണ്ട. എന്റെ മോളെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. എനിക്ക് പറ്റില്ല. അല്ലെങ്കിൽ വേണ്ട, അവളെ വിളിക്ക്. ഇപ്പൊ തന്നെ വിളിക്ക്. ഞാൻ പറയാം അവളോട് തിരിച്ചു വരാൻ. എന്റെ മോളെ ആരും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കില്ല, സമ്മതിക്കില്ല. ഞാനുണ്ട് അവക്ക്. എന്റെ മോക്ക് ഞാനുണ്ട്. ഗൂഗിൾ, അവളെ വിളിക്ക്. വിളിക്കാം. എന്റെ മോള് അവളെ കാണാതെ എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റില്ല. എന്റെ മോള് വിളിക്ക ഗൂഗിൾ. അവളെ വിളിക്ക. എനിക്ക് അവളെ കാണണം. എന്റെ മോളെ എനിക്ക് ഇപ്പൊ തന്നെ കാണണം. ഞാൻ വിളിക്കാം, മോളെ വിളിക്കാം. നമുക്ക് അതിനു മുമ്പ് ഹോസ്പിറ്റലിൽ പോവാം. അമ്മേ, അമ്മേ.